1919 ജൂൺ 28-നാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് വേഴ്സൈൽസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. അന്ന് ലോകത്തിന്റെ രക്ഷകനായി സ്വയം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസന്റെ തട്ടകമായിരുന്നു ആ കൊട്ടാരം. ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി എന്നിവർക്കൊപ്പം ചേർന്ന് തറപ്പറ്റിയ ജർമ്മനിയുടെ മേൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിച്ച വിൽസന്റെ അതേ ചരിത്രഭൂമിയിലാണ് ഇന്ന് മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ കടുപ്പമേറിയ വ്യവസ്ഥകൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത്. വേഴ്സൈൽസ് അന്നും ഇന്നും പ്രതീകാത്മകത കൊണ്ട് ശ്രദ്ധേയമാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് ജർമ്മനിയെ നിരുപാധികം കീഴടക്കാൻ നിർബന്ധിതമാക്കിയ അതേ കൊട്ടാരത്തിൽ വെച്ചാണ് ഇത്തവണ ട്രംപ് ഇറാനുമായി 14 പോയിന്റ് കരാറിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. അമേരിക്കൻ ഇറാൻ ഉടമ്പടി സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും, ഇറാനല്ല മറിച്ച് അമേരിക്കയാണ് ഇവിടെ വലിയ ഇളവുകൾ നൽകി പരാജയം സമ്മതിച്ചിരിക്കുന്നത് എന്ന്. കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ടു മുൻപ് ട്രംപിന്റെ മുഖത്തുണ്ടായിരുന്ന ഭാവം തന്നെ ഇറാന്റെ നയതന്ത്ര സമ്മർദ്ദത്തിന്റെ തെളിവായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പങ്കിട്ട വീഡിയോയിൽ ഒപ്പിടുന്നതിന് മുൻപ് ഒരു നിമിഷം നിർത്തി, ഇതെളുപ്പമായിരുന്നില്ല, എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുമെന്ന് ട്രംപ് മറ്റതിഥികളോട് പറയുന്നത് കേൾക്കാം. ഇറാന്റെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ അമേരിക്ക എത്രത്തോളം വീർത്തു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വാക്കുകൾ. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അത്താഴ വിരുന്നിനിടെ കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം ജൂൺ 17-ന് ട്രംപ് വേഴ്സൈൽസിൽ നിന്ന് പോകുമ്പോൾ റിപ്പോർട്ടർമാർ അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടി. നിങ്ങൾ കരാറിൽ ഒപ്പുവെച്ചോ, ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചോ എന്ന് അവർ ആക്രോശിച്ചപ്പോൾ അതൊപ്പിട്ടു, അതെ ഞാൻ വേഴ്സൈൽസിൽ ഒപ്പിട്ടു എന്ന് കൈകൾ വായിൽ ചുറ്റിപ്പിടിച്ച് വിളിച്ചു പറയാൻ മാത്രമേ ട്രംപിന് കഴിഞ്ഞുള്ളൂ. തുടർന്ന് ട്രംപ് വായുവിൽ ഒരു ഒപ്പനുകരിച്ച് കൊട്ടാരത്തിലേക്ക് വിരൽ ചൂണ്ടിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ അമേരിക്കൻ ഉപയോക്താക്കൾ ഈ വമ്പൻ പരാജയത്തിന്റെ ആഘാതത്തിലാണ്. വേഴ്സൈൽസിൽ നിരുപാധികമായ കീഴടങ്ങലിൽ അദ്ദേഹം ഒപ്പുവെച്ചു എന്ന് ചരിത്രകാരൻ കെവിൻ ക്രൂസ് പരിഹസിച്ചപ്പോൾ ലോകശക്തിയായ അമേരിക്ക ഒരു പശ്ചിമേഷ്യൻ രാജ്യത്തിന് മുന്നിൽ കീഴടങ്ങിയതിന്റെ നാണക്കേടിലാണ് അമേരിക്കൻ മാധ്യമങ്ങൾ. ഇറാന്റെ ഈ വിജയത്തെ അവിശ്വാസത്തോടെയാണ് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രയേൽ നോക്കിക്കാണുന്നത്. ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ സ്ഥാപക എഡിറ്ററായ ഡേവിഡ് ഹൊറോവിറ്റ്സ് എഴുതിയത് ഇങ്ങനെയാണ്: ട്രംപിന്റെ കരാർ ഇറാന്റെ ആക്രമണകാരികൾക്ക് മുന്നിലുള്ള വിനാശകരമായ കീഴടങ്ങലാണ്. ഇത് ഇസ്രയേലിനെ തീർത്തും ദുർബലരും പരിമിതികളുള്ളവരുമാക്കുന്നു. അമേരിക്കയെ വിശ്വസിച്ച് ഇറാനെതിരെ നീങ്ങിയവർക്ക് കിട്ടിയ ശക്തമായ തിരിച്ചടിയാണിത്. ഇറാനെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായ ആക്രമണം ആരംഭിച്ചപ്പോൾ ട്രംപ് പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇറാന്റെ മിസൈലുകൾ നശിപ്പിക്കുകയും അവരുടെ മിസൈൽ വ്യവസായം നിലംപരിശാക്കുകയും ചെയ്യുമെന്നായിരുന്നു. അമേരിക്കൻ മണ്ണിലേക്ക് എത്തുന്ന ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് ടെഹ്റാനെ തടയുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ വെറും 109 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ട്രംപിന് തന്റെ കടുംപിടുത്തങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. 14 പോയിന്റുകളുള്ള കരാറിൽ ഒപ്പുവെച്ച ശേഷം പാരീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാന് ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശം വെക്കാനുള്ള അവകാശമുണ്ടെന്ന് ട്രംപിന് സമ്മതിക്കേണ്ടി വന്നു. സൗദി അറേബ്യയ്ക്കും ഖത്തറിനും മിസൈലുകളാകാമെങ്കിൽ ഇറാനും അത് കൈവശം വെക്കുന്നത് ന്യായമാണെന്ന ട്രംപിന്റെ മനമാറ്റം ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളുടെ വമ്പൻ വിജയമാണ്. മിസൈൽ പ്രശ്നം മാത്രമല്ല, സാമ്പത്തിക രംഗത്തും ഇറാൻ അമേരിക്കയെ നിഷ്പ്രഭമാക്കി. വർഷങ്ങളായി അമേരിക്ക നിയമവിരുദ്ധമായി മരവിപ്പിച്ചു നിർത്തിയിരുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികളും ഫണ്ടുകളും പൂർണ്ണമായി വിട്ടു നൽകാൻ അമേരിക്ക ഈ കരാറിലൂടെ പ്രതിജ്ഞാബദ്ധമായിരുന്നു. മാസങ്ങൾ നീണ്ട സംഘർഷത്തിൽ നിന്ന് ഇറാൻ നേടിയെടുത്ത ഏറ്റവും വലിയ സാമ്പത്തിക വിജയങ്ങളിൽ ഒന്നാണിത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനും ഇറാന് കഴിഞ്ഞു. അമേരിക്ക നാവിക ഉപരോധം പിൻവലിക്കാൻ നിർബന്ധിതരായെങ്കിലും ഹോർമുസ് കടലിടുക്ക് ഇനി പഴയപടിയാകില്ലെന്ന ഇറാന്റെ മുഖ്യ ചർച്ചക്കാരനായ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് വ്യക്തമാക്കി. കരാറിലെ 60 ദിവസത്തെ ഫ്രീ പാസേജ് കാലയളവ് കഴിഞ്ഞാൽ ആ വഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ ഫീസ് ഈടാക്കാൻ തുടങ്ങും. കടലിടുക്കിലെ രാജാവ് തങ്ങൾ തന്നെയെന്ന ഇറാൻ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. ഈ വെടിനിർത്തൽ കരാർ അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികളെ വഞ്ചിച്ചതിന്റെ അടയാളമായിട്ടാണ് ഇസ്രയേൽ കാണുന്നത്. ലെബനനെതിരായ എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥ കരാറിൽ ഉൾപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞതോടെ ഇസ്രയേലിന്റെ സൈനിക വീര്യം പൂർണ്ണമായും ചോർന്നുപോയി. സ്വന്തം സഖ്യകക്ഷികളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം അമേരിക്കൻ നയതന്ത്രം പരാജയപ്പെട്ടു എന്ന് വിമർശകർ അടിവരയിടുന്നു. 1919 ഒരു പുതിയ ലോകക്രമത്തിന്റെ ശില്പിയായി വേഴ്സൈൽസിൽ തല ഉയർത്തി നിന്ന അമേരിക്ക ഒരു നൂറ്റാണ്ടിനിപ്പുറം 2026-ൽ ഇറാന്റെ വ്യവസ്ഥകൾക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങി പടിയിറങ്ങുന്ന വിചിത്രമായ കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്.
ഇറാന് കാര്യമായ സാമ്പത്തിക ആശ്വാസവും മിസൈൽ ശേഷിയും ഉറപ്പുവരുത്തിയ ഈ കരാർ വരും ദശകങ്ങളിൽ പശ്ചിമേഷ്യയിൽ ഇറാന്റെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുന്ന ഒന്നായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല.